ഉത്രാടനാളിൽ തങ്ങൾക്കായി ഒരുക്കിയ സദ്യ കഴിക്കാൻ വാനരന്മാരും എത്തി. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇന്ന് വാനര സദ്യയാണ്. ഈ ഉത്രാട ദിനത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ഇവിടെയുള്ള അമ്പലക്കുരങ്ങുകൾക്ക് ഈ വാനര സദ്യ നൽകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവർക്ക് വേണ്ട ഈ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ തന്നെയാണ് ഒരുങ്ങിയിട്ടുള്ളത്. പച്ചടിയും കിച്ചടിയും തൂശനിലയിൽ വിളമ്പി അച്ചാറും അവിയലും അതോടൊപ്പം തന്നെ പരിപ്പും പായസവും പപ്പടവും വരെ അടങ്ങുന്ന വിഭവ സമൃദ്ധമായ സദ്യ അതുണ്ണാനാണ് ഇവിടേക്ക് ഈ അതിഥികളൊക്കെ ഇന്ന് എത്തിയിരിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള അമ്പലക്കുരങ്ങുകൾ തന്നെയാണ് ഏറെക്കാലമായി ഇവർക്ക് ഈ ഓണദിനങ്ങളിൽ ഇത്തരത്തിൽ തന്നെയാണ് വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ വിളമ്പി വരുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷം അവരുടെയൊക്കെ മുഖങ്ങളിലും കാണാൻ സാധിക്കും. അങ്ങനെ അമ്മക്കുരങ്ങുകളുണ്ട്, അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ മക്കളുണ്ട്. അങ്ങനെ കുട്ടിക്കുരങ്ങുകളൊക്കെ വന്ന് അങ്ങനെ വാനരന്മാരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ വന്നിരുന്നു. അവരൊക്കെ ഓരോരുത്തരായി ഓരോ സമയങ്ങളിലായി എത്തി ഈ ഒരു ഭക്ഷണം കഴിക്കുകയാണ്, സദ്യ കഴിക്കുകയാണ്. ഇവിടെയുള്ള ഭാരവാഹികളുടെ നമ്മളോട് ചേരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു സദ്യ ഒരുക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൗതുകകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ആചാരം എന്താണ്? ത്രേതായുധ കാലത്തിനും അപ്പുറം പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രമാണിത്. ശ്രീരാമ ലക്ഷ്മണന്മാരുടെ രാവണ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിവാര സമേതം ശ്രീരാമൻ ഇവിടെ വരികയും അദ്ദേഹത്തോടൊപ്പം വന്ന നീലൻ എന്ന വാനര ശ്രേഷ്ഠൻ്റെ ഇവിടെ കുടിയിരുത്തുകയും ചെയ്തതിന് ശേഷം ഇവിടെ വാനരന്മാരുടെ ഒരു സങ്കേതമായി ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മാറുകയാണ്. അതിൻ്റെ പരമ്പരകളായിട്ടാണ് എല്ലാ വർഷവും ഇവിടെ വാനര സദ്യ നടന്നു വരുന്നത്. മാലോകരെല്ലാം ഓണം ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ വാനരന്മാരെയും 2 ദിവസം ഉത്രാട നാളിലും തിരുവോണ നാളിലും വാനര സദ്യ കൊടുത്ത് അവരെയും ഓണം ഉണ്ണിക്കുന്ന ഒരു ആചാരമായിട്ടാണ് നടന്നു വരുന്നത്. തീർച്ചയായും ഈയൊരു ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ദൃശ്യങ്ങളിൽ വളരെയധികം കൗതുകമാർന്ന രീതിയിൽ, അതായത് എങ്ങനെയാണോ ഓണസദ്യ കഴിക്കുന്നത്, വാനന്മാരെങ്ങനെയാകും ഓണസദ്യ കഴിക്കുക എന്നുള്ള ഒരു കൗതുകമൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് വാനരന്മാർ ഓണസദ്യ കഴിക്കുന്നത്. അങ്ങനെ നിരത്തിയിട്ടിരിക്കുന്ന തൂശനിലയിൽ നിറഞ്ഞിരിക്കുന്ന വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ വളരെയധികം സന്തോഷപൂർവ്വം അങ്ങനെ കഴിക്കുകയാണ്. ആ കഴിക്കുന്ന വാനരന്മാർ ഈ അമ്പലത്തിന് ചുറ്റുമുള്ളവരാണ്, ഇന്ന് അതിഥികളാണ്. ഓണക്കാലത്തെത്തുന്ന സദ്യ കഴിക്കാനായി എത്തുന്ന അതിഥികൾ. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ദിവസമാണെന്നും നമ്മളെപ്പോലെ തന്നെ ഇത്തവണ ഇവിടെയുള്ള ഈ വാനരന്മാർക്കും ഓണാഘോഷം തന്നെയാണ്.